നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്റർ മയാമിയുടെ അർജന്റീൻ പരിശീലകനായ ടാറ്റ മാർട്ടിനോ അഥവാ ജെറാർഡോ മാർട്ടിനോ ഇനി ടീമിനോടൊപ്പമില്ല. ഇക്കാര്യത്തിൽ ഒഫീഷ്യൽ സ്ഥിരീകരണം ഇപ്പോൾ പുറത്തുവന്നു കഴിഞ്ഞിട്ടുണ്ട്. അതായത് പരിശീലക സ്ഥാനത്ത് നിന്നും മാർട്ടിനോ ഇപ്പോൾ പടിയിറങ്ങിയിട്ടുണ്ട്. ഇന്റർ മയാമി തന്നെ ഇക്കാര്യം ഒഫീഷ്യലായിക്കൊണ്ട് അറിയിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു. അതായത് വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഒരു പരിശീലക സ്ഥാനത്ത് നിന്നും പടിയിറങ്ങിയിട്ടുള്ളത്. ഇന്നലെ നടന്ന പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പങ്കെടുക്കുകയും ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം 2023 ഇദ്ദേഹം ഇന്റർ മയാമിയുടെ പരിശീലക സ്ഥാനത്തേക്ക് എത്തിയത്. അതിനുശേഷം വലിയ ഒരു നേട്ടങ്ങളിലേക്കാണ് അദ്ദേഹം ക്ലബിനെ നയിച്ചിട്ടുള്ളത്. ക്ലബിന്റെ ചരിത്രത്തിലെ ആദ്യ കിരീടമായ ലീഗ്സ് കപ്പ് നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അതിനുശേഷം ഇത്തവണത്തെ MLS ഷീൽഡ് അവർക്ക് നേടിക്കൊടുക്കാൻ കഴിഞ്ഞിരുന്നു. മാത്രമല്ല MLS ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടുന്ന ടീം എന്ന റെക്കോർഡ് നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഇങ്ങനെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഒരു പിടി നേട്ടങ്ങൾ നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ മടങ്ങുന്നത്. അതേസമയം MLS പ്ലേ ഓഫിൽ അറ്റ്ലാന്റ യുണൈറ്റഡിനോട് പരാജയപ്പെട്ടുകൊണ്ട് ഇന്റർ മയാമി പുറത്തായിരുന്നു. ഇതോടുകൂടി സീസൺ അവസാനിച്ചു. ഇതിന് പിന്നാലെയാണ് അദ്ദേഹം പടിയിറങ്ങിയിട്ടുള്ളത്. MLS റെഗുലർ സീസണിൽ 34 മത്സരങ്ങളാണ് ഇന്റർ മയാമി കളിച്ചിട്ടുള്ളത്. അതിൽ 22 മത്സരങ്ങളിലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ആകെ 79 ഗോളുകൾ നേടാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ഇതൊക്കെ ഈ ഒരു പരിശീലകന്റെ കൂടി നേട്ടമാണ്. മികച്ച താരസമ്പന്നമായ ടീമിനെ മികച്ച രൂപത്തിൽ നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ അർജന്റീനയെയും ബാഴ്സലോണയെയും പരിശീലിപ്പിച്ച ഒരു പരിശീലകൻ കൂടിയാണ് ടാറ്റ മാർട്ടിനോ. അദ്ദേഹത്തിന്റെ പടിയിറക്കം തീർച്ചയായും ഇന്റർ മയാമിയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയേൽപ്പിക്കുന്ന കാര്യമാണ്. നിലവിൽ മറ്റു പല പരിശീലകരുടെയും പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. മഷരാനയുടെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. ഏതായാലും മെസ്സിയെ പരിശീലിപ്പിക്കാൻ ഇനി പുതിയ പരിശീലകൻ ആരായിരിക്കും എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുമെത്താം.